ഹായ്. സൂര്യ നായകനായ കറുപ്പ് RJ ബാലാജിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തൃഷയാണ് സിനിമയിലെ നായിക. ഒരുപാട് താരങ്ങൾ, മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട്. ഇന്നലെ റിലീസ് ചെയ്യേണ്ട സിനിമ ഇന്നാണ് റിലീസ് ചെയ്തത്. തീർച്ചയായും അതിന്റെ സങ്കടം RJ ബാലാജി നമ്മളോട് പങ്കുവച്ചു. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. ഈ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ ഉണ്ട് എന്നറിഞ്ഞ് ഞാൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ സിനിമ ഒരു മികച്ച സിനിമയാവണം, ഒരിക്കലും ഒരു മോശം സിനിമയാവരുത്. സൂര്യയുടെ മുൻ ചിത്രങ്ങൾ ഒരുപാട് പരാജയങ്ങളാണ് സൂര്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ സൂര്യയുടെ ഏറ്റവും മികച്ച ഒരു സിനിമയായി മാറണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. കാരണം സിനിമയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതൊരു മികച്ച സിനിമയായിരുന്നു എന്ന് പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് സൂര്യയുടെ ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് സിനിമ കണ്ട് ഇപ്പം ഇറങ്ങിയുള്ളൂ, സത്യം പറയാലോ സൂര്യയുടെ ഏറ്റവും മോശം സിനിമ. ഇമാതിരി ഒരു ദുരന്ത സിനിമ സൂര്യയിൽ നിന്നും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. കാട്ടവരാതം എന്നല്ലാതെ മറ്റൊരു വാക്കില്ല. അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു സിനിമ. തീർച്ചയായും സിനിമയെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവസാനം വരെയും കണ്ടിരുന്നത്. ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് തുടക്കം മാത്രമാണ്. അതിനുശേഷം സിനിമ വൻ ദുരന്തമായി എന്നുള്ളത് തന്നെയാണ്. സൂര്യയുടെ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നുള്ളൊരു അവസ്ഥയായി പോയി. ഇതിന്റെ സംവിധായകൻ തന്നെയാണ് ഇതിലെ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ലോജിക്കുമില്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. സൂര്യയുടെ ഏറ്റവും മോശം സിനിമ കങ്കുവ എന്ന സിനിമ സൂര്യയുടെ ഏറ്റവും മോശം ചിത്രമാണ് എന്നൊക്കെയാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. കങ്കുവ എന്ന സിനിമ ഇത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ് എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ചുമ്മാ മൊബൈൽ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഗംഭീരം, സൂര്യ തിരിച്ചു വന്നിരിക്കുന്നു, ഒരു രക്ഷയില്ലാത്ത പടം, ഇന്റർവെൽ വരെ വേറെ ലെവൽ, സൂര്യയുടെ മാരക പെർഫോമൻസ് എന്നൊക്കെയാണ് പല ആൾക്കാരും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും എല്ലാം പറയുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. ഇവര് സിനിമ കണ്ടതാണോ അല്ലയോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മാതിരി ദുരന്ത സിനിമയാണ് ഈ പറയുന്ന കറുപ്പ് എന്ന സിനിമ. സൂര്യയുടെ ക്യാരക്ടറും അമ്മാതിരി ദുരന്തമാണ്. ഒരു തരത്തിലും പോസിറ്റീവ് പറയാൻ തോന്നാത്ത ഒരു സിനിമ. സത്യം പറഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സൂര്യ തിരിച്ചു വന്നു, ഗംഭീര സിനിമ, സൂര്യയുടെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെ അമ്മാതിരി ദുരന്തമാണ്. സ്റ്റാർട്ടിങ് ഒഴിച്ച് ബാക്കി ഒന്നും സിനിമയ്ക്ക് ഗുണകരമായില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കാം. എൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല പല ആൾക്കാർക്കും. ഇപ്പോൾ ഇന്നലെ അതിരടി എന്ന സിനിമ ഞാൻ കണ്ടു. എനിക്ക് ആ സിനിമ ഗംഭീര സിനിമയാണ് എന്ന് പറയാൻ തോന്നിയില്ല. ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പല ആൾക്കാർക്കും അത് ഗംഭീരമായി തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കറുപ്പ് എന്ന സിനിമ വേറെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദുരന്ത സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ബുക്കിംഗ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 30,000-നടുത്ത് ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകുന്നുണ്ട്. ഇനിയുള്ള സമയങ്ങളിൽ എന്താവും എന്നെനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് മികച്ച കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് എന്താവും എന്ന് കണ്ടു തന്നെ അറിയണം. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് വെറുപ്പിക്കലായിരുന്നു. സൂര്യയുടെ ഏറ്റവും മോശം ക്യാരക്ടർ, സൂര്യയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മോശം സിനിമ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.